ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ചോറും അതിൻ്റെ കൂടെ സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെയും റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ബിരിയാണി ചോറ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അളവിൽ ബാസ്മതി റൈസ് ഒരു ബോളിലേക്ക് എടുക്കുകയാണ്. ബാസ്മതി റൈസിന് പകരം കൈമ റൈസോ ജീര റൈസോ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് 2-3 തവണ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഞാനിപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 5.5 ലിറ്റർ അളവിലാണ് ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടുള്ളത്. 480 ഗ്രാം അളവിൽ അരി എടുക്കുമ്പോൾ ഈ ഒരു അളവിൽ വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അരി വെന്ത് തുടങ്ങുന്ന സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് വേണ്ടതാണ് ചെറിയ പീസ് അളവിൽ 2 പീസ് അളവിൽ കറുവാപ്പട്ടയും അതുപോലെ തന്നെ ഒരു തക്കോലം, 4 ഗ്രാമ്പു, 3 ഏലയ്ക്ക, അതുപോലെ തന്നെ ഒരു ജാതിപ്പൂവും കൂടി എടുത്തിട്ടുണ്ട്. അത് ഇത്രയും ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈ വെള്ളത്തിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തിളക്കിയാണ്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് അരി മാത്രമായിട്ട് അരിയിലുണ്ടായിരുന്ന വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് അരി മാത്രം ഇതിലേക്കൊന്ന് ചേർക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് തന്നെ ഇത് ഏകദേശം ഒരു 90% വെന്തിട്ടുണ്ടാവും. അതല്ല, നമ്മൾ ചില അരി എടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി കൂടുതൽ അളവ് വേകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ അരിയെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. 90% കൂടുതൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും തന്നെ മതിയാവും. കാരണം ആ ചൂടിലിരുന്നിട്ട് വീണ്ടും കുറച്ചും കൂടി ഒന്ന് വേഗം. അതിൻ്റെ പേരിൽ ഇതുപോലെ വെള്ളം എല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്കിതൊരു അരിപ്പയിലേക്കൊന്ന് എടുക്കാവുന്നതാണ്. നമ്മുടെ ആ ചോറിലുള്ള വെള്ളമെല്ലാം വാർന്നു പോകാനായിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ അത്യാവശ്യം പരന്ന ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്, മുഴുവൻ പെരിഞ്ജീരകം. പെരിഞ്ജീരകം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് എടുക്കാവുന്നതാണ്. അത് ചേർക്കാം. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ വേണ്ടതാണ് മീഡിയം സൈസ് ക്യാരറ്റിൽ ഞാനിപ്പോൾ 2 ക്യാരറ്റ് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 10ഓളം ബീൻസ് ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2 മിനിറ്റ് മാത്രമേ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ചേർക്കുകയാണ്. കൂടെ ഇനി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വെജ് സ്റ്റോക്ക് അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ ഒരുപാട് ബ്രാൻഡിൻ്റെ ഒക്കെ ഇപ്പോൾ ഉണ്ട്, നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 1 ക്യൂബ് മാത്രം ഇതിലേക്കൊന്ന് ചേർക്കുകയാണ്. നമ്മുടെ ഈ വെജിറ്റബിൾ സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും ഒരു അല്പസമയം കൂടി ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം പകുതിയുടെ അളവിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കുകയാണ്. 2 കളറിലുള്ളതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒന്നാണുള്ളതെങ്കിൽ അത് തന്നെ ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി. കൂടെ വേണ്ടത് ഒരല്പം മാത്രം ഉപ്പും കൂടിയാണ്. കാരണം നമ്മൾ വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്തപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുകയാണ്. ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്ക് ലൈറ്റായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. എങ്കിൽ പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വഴണ്ട് കുഴഞ്ഞു പോകും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടി. 1-ാം തേങ്ങാപ്പാലാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. തേങ്ങാപ്പാൽ തിളയ്ക്കാൻ വേണ്ടി വിടേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമ്മുടെ ചോറ് ഇതിലേക്ക് ഒന്ന് ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം കേട്ടോ. എങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ.
ചോറും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് നമ്മുടെ ഈ തേങ്ങാപ്പാലും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ നമ്മുടെ ചോറിൽ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ നല്ലൊരു മോയ്സ്ചർ കിട്ടും കേട്ടോ നമ്മുടെ ഈ ചോറിന്. അതുപോലെ തന്നെ ഒരു പ്രത്യേക രുചിയിലുമാണ് ഇത് കിട്ടുന്നത്. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഞാൻ ഇതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദമ്മിലിട്ട് എടുക്കണം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു ചേരുവകളുടെയൊക്കെ ആ ഒരു ഫ്ലേവറും ആ ടേസ്റ്റും എല്ലാം നമ്മുടെ ആ ചോറിൽ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചിട്ടുണ്ടാകും കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം അടി കട്ടിയുള്ള ഒരു പാത്രമായതിൻ്റെ പേരിൽ തന്നെ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അതല്ല ഇച്ചിരി കനം കുറഞ്ഞിട്ടുള്ള ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ അടിയിലൊരു ഒരു ദോശത്തവ എന്തെങ്കിലും ഇട്ടിട്ട് വേണം അതിന് പുറത്തേക്ക് വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ചോറ് അടിക്ക് പിടിക്കും, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എന്നാൽ ശരി, ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ദമ്മിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ റൈസ് എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തില്ലേ. അതായത് പുതുതായിട്ട് കുക്കിംഗ് ആരംഭിക്കുന്നവർക്ക് പോലും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ബിരിയാണി ചോറിന് ചേരുന്ന നല്ലൊരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 1 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ചെറിയൊരു മസാലക്കൂട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചെറിയൊരു 3-4 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വലിയ വെളുത്തുള്ളിയിൽ ഒരു 6ഓളം വെളുത്തുള്ളി അല്ലിയും കൂടി. ഇനി ഒരു 3 പച്ചമുളക് നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളകാണ്, അതും കൂടി ചേർക്കുകയാണ്. 1 കിലോ ചിക്കന് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ ചേർക്കുന്നത്. അതല്ല നമ്മളിപ്പോൾ 1 കിലോ ചിക്കൻ എത്ര മുളക് പൊടിയാണോ ചേർക്കുന്നത് ആ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ അതേ അളവിൽ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ച് ചേർക്കുന്നത്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതിയാവും. വെള്ളമൊന്നും ചേർക്കരുത്. ഇനി നമുക്ക് നേരെ തന്നെ ചിക്കനിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ തൈരും കൂടിയാണ്. കൂടെ തന്നെ ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മല്ലിയില മാത്രമേ നമ്മുടെ അടുത്തുള്ളൂവെങ്കിൽ അത് മാത്രം ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഏകദേശം ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഞാനതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ വഴനയിലയും കറുവാപ്പട്ടയും 3 ഗ്രാമ്പും 3 ഏലക്ക എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ പിന്നെ വേണ്ടത് സവാളയാണ്. അത്യാവശ്യം വലിയ സവാളയിൽ 2 സവാള ഇതുപോലെ പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, സവാള ചേർക്കുകയാണ്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ മാത്രം 3 സവാള എടുക്കാവുന്നതാണ്. സവാളയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടണം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു അല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്, ആ തക്കാളിയിലേക്ക് ചേർക്കാം. തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. തക്കാളിയെല്ലാം ഒന്ന് വെന്ത് കിട്ടട്ടെ. ഒന്ന് തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സമയം നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാവുന്നതാണ്. ചിക്കനും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ ഇത് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം, കുറച്ച് വെക്കരുത് ഫ്ലെയിം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇതുപോലെ ഒരു അരക്കപ്പ് അളവിൽ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരു 15 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം കൂടി കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. കുറഞ്ഞ ഫ്ലെയിമിൽ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഒന്ന് വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ഗ്രേവി എല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ലാസ്റ്റിൽ നമുക്ക് ഇതിലേക്ക് ഒരു അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇടയ്ക്ക് 2-3 തവണ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. ഉറപ്പായിട്ട് നിങ്ങളിത് ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ ചിക്കൻ കറിയും ബിരിയാണിയും സൂപ്പർ കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.